Good morning, everyone. So, just എല്ലാവരും chat boxൽ active ആവാ കേട്ടോ. Are you guys ready for the meditation? Okay, very good. ഇനി ആരെങ്കിലും റിമൈൻഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാം കേട്ടോ, ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. യെസ്, നൂഹ, നഫ്ല, ഇൻഷ, താങ്ക് യു സോ മച്ച് ഫോർ റെസ്പോണ്ടിങ്. സോ നമ്മൾ ജസ്റ്റ് മെഡിറ്റേഷനിലേക്ക് എൻറ്റർ ചെയ്യാൻ പോവാണ്. ബിഫോർ ദാറ്റ് ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിരുന്നു അല്ലേ, സ്റ്റഡി പ്ലാൻ. ഐ തിങ്ക് എല്ലാവരും ക്രിയേറ്റ് ചെയ്ത് നോക്കിയോ? സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് നോക്കിയോ? വാട്ട്സ് ആക്ച്വലി അതിൻ്റെ ഒരു റിസൾട്ട് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയപ്പോഴുള്ള എക്സ്പീരിയൻസ് എന്താണ്? ഇഫ് എനി വൺ വാണ്ട് ടു ഷെയർ ചാറ്റ് ബോക്സിൽ പറയാം, അല്ലെങ്കിൽ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അൺമ്യൂട്ട് ചെയ്തുതരാം കേട്ടോ. നിങ്ങൾ സംസാരിക്കണോ വേണ്ടെന്ന് ഒരുപാട് തിങ്ക് ചെയ്യൊന്നും വേണ്ട. ഇഫ് യു വാണ്ട് ടു ഫസ്റ്റ് തോട്ട് എന്താണ് വരുന്നത് നോക്കുക, അതിൽ നിങ്ങൾ ആക്ഷൻ എടുക്കുക. ഇപ്പൊ പലപ്പോഴും നമുക്ക് ഫീഡ്ബാക്സ് പറയാനോ അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ കയറി ഒരു പ്രോഗ്രാം പ്രസന്റ് ചെയ്യാനോ ഫസ്റ്റ് തോട്ട് വരുന്നത് ഓക്കെ യെസ് ഐ വിൽ ഡു ദിസ് എന്നായിരിക്കും. പക്ഷേ പിന്നെ എന്തോ ഒരു കാര്യം നമ്മളെ പുറകോട്ട് വലിക്കുന്നുണ്ടായിരിക്കും അല്ലെ. ആക്ച്വലി നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു ഇന്നർ കോച്ച് ഉണ്ട്, ഒരു ഇന്നർ ക്രിറ്റിക് ഉണ്ട്. ഓക്കെ, ഈ ഇന്നർ കോച്ചിന്റെ പരിപാടി എന്താണ്? നമ്മളെ മാക്സിമം മുന്നോട്ടേക്ക് കൊണ്ടുവരും. അതായത് നീ അത് ചെയ്യ്, അല്ലെങ്കിൽ നമ്മളെ തന്നെ ചിലപ്പോൾ ഉള്ളുന്ന ഒരാളിങ്ങനെ പറയൂലേ, അത് ചെയ്യ്, അത് അടിപൊളിയാണ്, നീ ഇങ്ങനെ ചെയ്യ്, അത് അടിപൊളിയാണ്. ഓരോന്നിനെ സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടി നമ്മളിങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നമ്മളെ മുന്നോട്ടേക്ക് ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഇന്നർ ക്രിറ്റിക്കിന്റെ പരിപാടി എന്താണ്? ആ നമ്മളിങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്യും. ഇതിപ്പോ നീ ചെയ്താല് അവരെന്താ വിചാരിക്കുക, അല്ലെങ്കിൽ അവിടുന്ന് അവരൊക്കെ നോക്കുന്നില്ലേ എന്നുള്ള രീതിയിൽ ഇന്നർ ക്രിറ്റിക് നമ്മളെ ഇങ്ങനെ അതില്ലേ ഇതില്ലേ എക്സ്ക്യൂസസ് ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും ലിസൺ ചെയ്യേണ്ടത് നമ്മുടെ ഇന്നർ കോച്ചിനെ ആയിരിക്കണം. ഓക്കെ, കാരണം ഫസ്റ്റ് തോട്ടിൽ വരുന്നത് മാത്രമേ ഇന്നർ കോച്ച് പറഞ്ഞു തരുന്നുള്ളൂ. പിന്നെ ഇന്നർ ക്രിറ്റിക് ഓവർ പവർ ചെയ്തിട്ട് ഫുൾ ഇന്നർ ക്രിറ്റിക്കിന്റെ പരിപാടിയായിരിക്കും നമ്മൾക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ പുറകോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ലിസൺ ടു ദാറ്റ് ഇന്നർ കോച്ച് ഇൻസൈഡ് യു. കാരണം ഇന്നർ കോച്ചിനാണ് അറിയാം നിങ്ങളുടെ സ്വപ്നങ്ങളെ കുറിച്ചാണെങ്കിലും നിങ്ങൾ ഏത് ലെവലിലേക്ക് അച്ചീവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നർ കോച്ചിനാണ് അറിയാം. ഇന്നർ ക്രിറ്റിക് ഫുൾ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ തെറ്റിപ്പോയാലോ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ഇന്നർ ക്രിറ്റിക് ചിന്തിക്കുന്നുണ്ടാവുക. സോ യു ഓൾവേസ് ലിസൺ ടു ദാറ്റ് ഇന്നർ കോച്ച്. ഓക്കെ, സോ എന്തായാലും നമുക്ക് മെഡിറ്റേഷനിലേക്ക് കിടക്കാം. എല്ലാവരും റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുക കേട്ടോ. ബോഡി ഫുൾ റിലാക്സ് ചെയ്യാം. You just be aware of where you are sitting. എവിടെയാണ് ഇരിക്കുന്നത് എന്നതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് അവെയർ ആവാം. ബി ഇൻ ദ മൊമെന്റ്. ഈ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് ഇരിക്കാം. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം, നിങ്ങളുടെ ചുറ്റുമുള്ള സാധനങ്ങൾ, നിങ്ങൾ കേൾക്കുന്ന ശബ്ദം, ഓൾസോ ഹൗ യു ആക്ച്വലി ഫീൽ. നിങ്ങൾക്ക് ഇപ്പൊ എന്ത് ഫീൽ ചെയ്യുന്നു, നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ മൈൻഡ്, ഇവിടെയൊക്കെ എന്താണ് ഉള്ളത്, വാട്ട് യു ആക്ച്വലി ഫീൽ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്യാം. ബി അവെയർ, ഈ ഒരു മൊമെന്റിനെ ഫീൽ ചെയ്യാം.
ഫീൽ ദ മൊമെന്റ് ആൻഡ് സ്ലോലി നിങ്ങൾക്ക് ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. പതിയെ ശ്വാസം എടുത്തു വിട്ടുകൊണ്ടിരിക്കാം. ബ്രീത് ഇൻ, ബ്രീത് ഔട്ട്. പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കാം. ക്ലോസ് യുവർ ഐസ്. Slowly close your eyes and focus on your breath. ഡീപ്പായിട്ട് ശ്വാസം എടുത്തു വിടാം. Take a deep breath in. Hold on and breathe out. പതിയെ നിങ്ങൾക്ക് ശ്വാസം എടുക്കാം. Take a deep breath in. Hold on and breathe out. Once again, take a deep breath in. Hold on and breathe out. Breathe in. Hold on and breathe out. ഓരോ ശ്വാസം എടുത്തു വിടുമ്പോഴും നിങ്ങൾ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആകുന്നതായി ഫീൽ ചെയ്യാം. Breathe in. Hold on and breathe out. പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിലേക്ക് ശ്രദ്ധിക്കാം. വിരലുകൾ, കാൽപാദം, നിങ്ങളുടെ തൈസ്, ഹിപ്സ്, സ്റ്റൊമക്, ശരീരത്തിന്റെ പുറം ഭാഗം, shoulders, arms, your face muscles. ഓരോ ശരീരഭാഗത്തിലേക്കും ശ്രദ്ധ കൊടുക്കുമ്പോൾ ആ ഭാഗം കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആകുന്നതായി നിങ്ങൾ അറിയുന്നുണ്ട്. റിലാക്സ്. No tensions. Just relax. Now you just focus on your mind. You are focusing on the thoughts. ചിന്തകളിലേക്ക് ഫോക്കസ് ചെയ്യാം. What are the thoughts coming to my mind? എൻ്റെ മൈൻഡിലേക്ക് വരുന്ന ചിന്തകൾ എന്തെല്ലാമാണ്? ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യാം.
just like an outside observer. പുറത്ത് നിന്ന് നിരീക്ഷിക്കുന്ന ഒരാളെ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളെ ഒബ്സർവ് ചെയ്യാം. Now you just observe the thoughts and you just say bye to the unwanted thoughts. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത നെഗറ്റീവ് തോട്ട്സിനോട് ജസ്റ്റ് ബൈ എന്ന് പറയുമ്പോൾ അത് വാനിഷ് ആകുന്നതായി ഇമാജിൻ ചെയ്യാം. You just accept the thought. ആ ഒരു ചിന്തയെ അക്സെപ്റ്റ് ചെയ്ത് അതിനെ ലെറ്റ് ഗോ ചെയ്യാം. സ്ലോലി നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാം. തിങ്ക് അബൌട്ട് the things you are grateful for. നിങ്ങൾ നന്ദി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളോട് നിങ്ങൾക്ക് ജസ്റ്റ് താങ്ക് യു പറയാം. ഇന്നത്തെ ദിവസം ഇന്ന് ഞാൻ എഴുന്നേറ്റത് മുതൽ ഞാൻ എടുത്തു വിട്ടുകൊണ്ടിരിക്കുന്ന ശ്വാസം, ഇരിക്കാനുള്ള എൻ്റെ വീട്, ഓരോ മൊമെന്റിലും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബ്ലെസ്സിങ്സ്, അതിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. You just say this, thank you to my Creator for all the blessings. എല്ലാ ബ്ലെസ്സിങ്സിനും താങ്ക് യു പറയാം. Thank you to my Creator for all the blessings. The food I eat, the dress I wear, the family I have, the friends I have, all of these are blessings. Feel the gratitude. Now slowly നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാം. You can just call your name. Dear, you just call your name and you tell to yourself,
You are capable of achieving each and everything. You are capable of achieving each and everything. ഏതൊരു കാര്യവും നേടിയെടുക്കാനുള്ള ശക്തിയും ഊർജവും നിന്റെ ഉള്ളിലുണ്ട്. Repeat after me. You are capable of achieving each and everything. ഏതൊരു കാര്യവും നേടിയെടുക്കാനുള്ള ഊർജവും ശക്തിയും നിന്റെ ഉള്ളിലുണ്ട്. You just feel that you talk to yourself. Repeat this. You are capable. You are capable. You are powerful. Feel that now slowly നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിലേക്ക് തിരിച്ചു വരാം. Focus on your body. Your mind and breath. ശ്വാസത്തിലേക്ക് തിരിച്ചു വരാം. സ്ലോലി നിങ്ങൾക്ക് ശ്വാസം എടുത്തു വിടാം. Breathe in, hold on and breathe out. 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 Now you can just slowly come back. പതിയെ നിങ്ങൾക്ക് തിരിച്ചു വരാം. ദീർഘമായ ഒരു ശ്വാസം എടുത്തുവിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാം. You just take a deep breath in, breathe out and open your eyes. പതിയെ കണ്ണുകൾ തുറന്ന് തിരിച്ചു വരാം. ഓക്കെ, തിരിച്ചെത്തിയിട്ടുള്ള ആളുകളൊക്കെ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തേ. Did you come back?
ആൻഡ് ഹൗ ഡു യു ഫീൽ എന്നുള്ളത് ഒന്ന് ടൈപ്പ് ചെയ്യാം കേട്ടോ. തിരിച്ചെത്തിയിട്ടുള്ള ആളുകൾ ബോഡിയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യണം കേട്ടോ. അതായത് നമ്മളൊരു ഡീപ്പ് മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഡീപ്പ് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. അപ്പം അതേ രീതിയിൽ കുറെ നേരം കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. യുവർ മൈൻഡ് ഓൾറെഡി ആക്സസ്ഡ് ദാറ്റ് പോയിന്റ്. അപ്പൊ നിങ്ങൾ മെഡിറ്റേഷൻ കഴിഞ്ഞ ഉടനെ ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. നിങ്ങളുടെ കൈകളും ജസ്റ്റ് ബോഡി പാർട്സ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഇറ്റ് വിൽ ഗിവ് യു മോർ എനർജി. അതായത് നമ്മുടെ മൈൻഡിൽ നിന്നുള്ള ഒരു എനർജി നമ്മുടെ ബോഡിക്കും കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു സ്ട്രെച്ച് ചെയ്യുന്നതും ഒക്കെ അത്യാവശ്യമാണ്. ഓക്കെ. സോ ഇന്നത്തെ മെഡിറ്റേഷനിൽ ആസ് യു ഓൾറെഡി നോ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ആണ് അല്ലെ ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാല് നമ്മൾ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾക്ക് താങ്ക് യു ആൻഡ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കിട്ടുക. നമ്മുടെ ക്രിയേറ്റർ തന്നെ നമ്മളെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഗിവ് യു മോർ. നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ടിരുന്നാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് റിസീവ് ചെയ്യാൻ നമ്മൾ ഒരു ചാൻസ് കൊടുക്കുകയാണ് എന്നുള്ളതാണ്. ഓൾസോ നമ്മൾ നെക്സ്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സെൽഫിന് തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സജഷൻ അല്ലെങ്കിൽ അഫർമേഷൻ കൊടുക്കുകയാണ് ചെയ്തത്. മുന്നേ ഒരു മെഡിറ്റേഷനിലും ഇഫ് യു റിമെമ്പർ ഞാൻ ഇത് പറഞ്ഞു തന്നിരുന്നു അല്ലെ. എന്ന് പറഞ്ഞാൽ നമ്മൾ സെൽഫ് ടോക്ക് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ ഇറ്റ് മാറ്റേഴ്സ് അലോട്ട്. പുറത്ത് നിന്ന് ഒരാൾ നമ്മളോട് ഒരു കമന്റ് പറയുന്നതും നമ്മൾ തന്നെ നമ്മളോട് കമന്റ് പറയുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. വിച്ച് മീൻസ് പുറത്തു നിന്ന് ഒരാൾ പറയാണ് നീ ഒരു കാര്യം അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാൻ നിനക്ക് പറ്റില്ല. ബട്ട് ആ ഒരു മൊമെന്റിൽ നമ്മളത് മൈൻഡിലേക്ക് എടുത്ത് നമ്മളോട് തന്നെ ഓക്കെ നിനക്ക് പറ്റില്ല എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ അത് വെരി 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 ഹാംഫുൾ ആണ്. അപ്പൊ നമ്മൾ അവിടെ ചെയ്യേണ്ടത് അവർ പറയുന്നതിൽ നിന്നും നമ്മളൊന്ന് പുറകോട്ട് നിന്ന് വാട്ട് വി ആക്ച്വലി ടെൽ ടു അവർ സെൽസ്, നമ്മൾ നമ്മളോട് എന്താണ് പറയുന്നത്. അപ്പൊ ഇന്നത്തെ മെഡിറ്റേഷനിൽ നമ്മളൊരു സ്ട്രോങ് ആയിട്ടുള്ള സജഷൻ ആണ് അല്ലെങ്കിൽ അഫർമേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. യു ആർ കാപ്പബിൾ ഓഫ് അച്ചീവിങ് ഈച്ച് ആൻഡ് എവറിത്തിങ് അല്ലെ. ഏതൊരു കാര്യവും നേടിയെടുക്കാനുള്ള ഊർജവും ശക്തിയും നിന്റെ ഉള്ളിലുണ്ട്. ഇല്ലാന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിലൂടെ ഊർജം ഒഴുകുന്നുണ്ട് അല്ലെ. നമ്മൾ ആ ഊർജത്തിനെ മനസ്സിലാക്കി അതിനെ ആക്സസ് ചെയ്യാൻ നമുക്ക് പറ്റുമ്പോഴാണ് നമ്മളത് ഒരുപാട് അച്ചീവ്മെന്റ്സ് ആയിട്ടും ഒക്കെ നമ്മൾ പുറത്ത് ഒരുപാട് അച്ചീവ്മെന്റ്സ് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത്. ആ ഒരു പൊട്ടൻഷ്യൽ അല്ലെ, നമ്മളോട് എല്ലാവരും പറയും നിനക്ക് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് പറയും അല്ലെ. ആ ഒരു പൊട്ടൻഷ്യൽ എന്താണ്? നമ്മളെ ഈ പവർ ഓഫ് മൈൻഡും അതുപോലെ നമ്മുടെ മൈൻഡ്ഫുൾനെസ്സും ഒക്കെ തന്നെയാണ്. അപ്പം എനിക്ക് ജസ്റ്റ് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം റിപ്പീറ്റ് ചെയ്യാണ്. ആരെങ്കിലും സ്റ്റഡി പ്ലാൻ സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ജസ്റ്റ് ഡൂ ദാറ്റ്. ഇന്നലെ മെഡിറ്റേഷൻ ചെയ്യാതെ അല്ലെങ്കിൽ ലൈവിൽ ഇല്ലാതിരുന്ന ആളുകൾക്ക് ജസ്റ്റ് റെക്കോർഡിംഗ് വാച്ച് ചെയ്തിട്ട് എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പൊ സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം. ഓൾസോ നിങ്ങൾ പഠിക്കുന്നതിലേക്ക് ഈ ഊർജത്തിനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ എടുക്കുന്ന ആക്ഷൻസ്, നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്റേഴ്സ്, അതിലേക്കൊക്കെ ഈ ഒരു ഊർജത്തിനെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് എൻഡ് ചെയ്യാം. വി ഓൾ നീഡ് ഷാർപ്പായിട്ടുള്ള വർക്കാണ് വേണ്ടത് അല്ലെ. നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ടൈം കൊടുക്കണം, ഒരുപാട് എഫേർട്ട് കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം. ബട്ട് നമ്മൾ ഷാർപ്പായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ നമ്മുടെ പവർ ഓഫ് മൈൻഡ് യൂസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. എന്ന് പറഞ്ഞാല് കുറച്ച് സമയത്തിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ള രീതിയിലേക്ക് മാറാൻ പറ്റണം. ഓക്കെ, ഇപ്പം മൈൻഡിനെ നമ്മൾ ഇങ്ങനെ മെഡിറ്റേഷനിലൂടെയൊക്കെ ഷാർപ്പൻ ചെയ്യുമ്പോൾ വി ഗെറ്റ് എ ലോട്ട് ഓഫ് എനർജി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സ്റ്റഡീസിലും അത് റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലേക്ക്. നിങ്ങളിപ്പം ഈ ഒരു മെഡിറ്റേഷൻ കഴിഞ്ഞിട്ടിരുന്ന് ജസ്റ്റ് ആ സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ഇത് എഫക്റ്റീവ് ആണ് എന്നുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. എല്ലാവരും സ്റ്റഡി പ്ലാൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. എല്ലാവർക്കും ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ സ്റ്റഡീസ്. സ്റ്റോപ്പ് ചെയ്താലോ എന്നാല്? വാസ് ദിസ് ഹെൽപ്ഫുൾ ആയിരുന്നോ?
ജസ്റ്റ് ഒന്ന് ചാറ്റിൽ പറഞ്ഞേ. ഓക്കെ, താങ്ക് യു നഫ്ല. ആൻഡ് എവറി വൺ എൽസ്, ബാക്കിയുള്ളവരോ? ഓക്കെ, സോ ലെറ്റ്സ് എൻഡ് ദ സെഷൻ അല്ലേ? എല്ലാവരും എന്തായാലും നെക്സ്റ്റ് ഡേയിൽ ജോയിൻ ചെയ്യാം. ബൈ, സി യു ഗൈസ് ടുമോറോ. ഓക്കെ, താങ്ക് യു.